दीनदयालो रामा जय सीता वल्लभ रामा दीनदयालो रामा जय सीता वल्लभ रामा श्रुतजनपालक रघुपति राघव श्रुतजनपालक रघुपति राघव पीतांबरधर पावन रामा दीनदयालो रामा जय सीता वल्लभ रामा കൗസല്യാത്മജ നീ തൊടുമ്പോൾ ശിലയും അകലെയായി മാറുന്നു കൗസല്യാത്മജ നീ തൊടുമ്പോൾ ശിലയും അകലെയായി മാറുന്നു ക്ഷിതി പരിപാലക ക്ഷിതി പരിപാലക നിന്നെ ഭജിച്ച ഭവദുരിതങ്ങൾ തീർന്നൊഴിയുന്നു രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ दीनदयालो रामा जय सीता वल्लभ रामा
ചരിത്രം മുടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ചരിത്രം ഉണർന്നിരിക്കുന്ന ഭൂപ്രദേശമാണ് പുൽപ്പള്ളി. ശബരിമലയിൽ ശ്രീ ധർമ്മശാസ്താവായി ആരാധിക്കപ്പെടുന്ന അയ്യപ്പൻ ആ ഭൂമിയിൽ ജീവിച്ചിരുന്നു വിശ്വസിക്കപ്പെടുന്ന പോലെ ചേരാറ്റിലമ്മയും മുരുകന്മാരും സീതാദേവിയും നാഗൂസന്മാരുമായി ഈ പുണ്യഭൂമിയിൽ ജീവിച്ചിരുന്നു. പുൽപ്പള്ളിയുടെ ആധ്യാത്മിക ചരിത്രം ആദി കവി രാമായണം രചിച്ചു മുതൽ ആരംഭിക്കുന്നു. അയോധ്യയിൽ നിന്നും സ്വന്തം ഭർത്താവായ ശ്രീരാമചന്ദ്രനാൽ രചിക്കപ്പെട്ട മഹാലക്ഷ്മിയുടെ മായാവതാരമായ സീതാദേവി പുൽപ്പള്ളിയിലുള്ള വാത്മീകാശ്രമത്തിൽ എത്തിച്ചേർന്നുവെന്നും അവിടെ സ്വന്തം മക്കളായ നാഗൂസന്മാർക്ക് ജന്മം നൽകിയെന്നും അവരെ വാൽമീകി മഹർഷിയുടെ ശിക്ഷണത്തിൽ അസ്ത്രാഭ്യാസവും വിദ്യാഭ്യാസവും നൽകി വളർത്തി വലുതാക്കിയെന്നും അശ്വമേധയാഗത്തിന് ശ്രീരാമൻ അയച്ച അശ്വത്തെ നാഗൂസന്മാർ ബന്ധിച്ചപ്പോൾ അതിനെ സ്വതന്ത്രമാക്കുവാൻ എത്തിച്ചേർന്ന ശ്രീരാമേന്ദ്രന്റെ ദർശനമാത്രയിൽ സീതാദേവി ശ്രീ പുൽപ്പള്ളി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ ചേരാറ്റുംകാവിൽ വെച്ച് തലമുടി ശ്രീരാമേന്ദ്രന്റെ കയ്യിൽ അവശേഷിപ്പിച്ചുകൊണ്ട് സ്വന്തം മാതാവായ ഭൂമി ദേവിയിൽ വിലയം പ്രാപിച്ചുവെന്നും ശ്രീ പുൽപ്പള്ളി ക്ഷേത്രത്തിൽ നിന്നും 4 കിലോമീറ്റർ മാത്രം അകലെയുള്ള അതിന്റെ പൂർവ്വസ്ഥാനമായ വാൽമീകി ആശ്രമത്തിൽ ഇരുന്നാണ് രാമായണ രചന നടത്തിയതെന്നും വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, വാൽമീകി ആശ്രമത്തെക്കുറിച്ച് വേറെ അവകാശദാതാക്കളൊന്നും ഇല്ല എന്നതും സ്മരണീയമാണ്. സ്വന്തം മക്കളെ ഉപദ്രവിച്ച അട്ടയെ സീതാദേവി ശംസനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വയനാട്ടിൽ പല ഭാഗങ്ങളിലും കാണുന്ന അട്ട പുൽപ്പള്ളിയിലില്ല എന്നതും ശ്രദ്ധേയമാണ്. കുറെ കൂടി മുന്നോട്ട് നോക്കിയാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പുൽപ്പള്ളിക്കും പുൽപ്പള്ളി ദേവസ്വത്തിനുള്ള പങ്ക് വളരെയേറെയാണ്. വീരകേരള പഴശ്ശി തമ്പുരാൻ തന്റെ അവസാന കാലങ്ങളിൽ യുദ്ധം നടത്തിയതും വീരജന്മം പ്രാപിച്ചതും ഈ പുൽപ്പള്ളിയുടെ മണ്ണിലാണ്. സിനിമാ കഥ എന്തായാലും ഇവിടെ നിന്ന് ഒരു വിളിപ്പാടകലെയുള്ള മാവിലാൻ കോട്ടിലാണ് വീരമൃത്യു വരിച്ച പഴശ്ശിയുടെ മൃതശരീരം ബ്രിട്ടീഷ് സബ് കളക്ടർ ബാബറും കമാൻഡർ ക്യാപ്റ്റൻ ഡിക്കിൻസണും കണ്ടെത്തിയത്. പുൽപ്പള്ളി ദേവസ്വവും അതിന്റെ ഉദ്ഘാടനാവകാശം ഉണ്ടായിരുന്ന ഞാൻ ജനിച്ച തുപ്പത്തോട് തറവാറും പഴശ്ശിയും തമ്മിലൊക്കെ ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. മാതൃഭൂമി തർജ്ജമയിൽ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തിലെ 593-601 പേജുകളിൽ 1805 ഒക്ടോബർ 18 പഴശ്ശി പുൽപ്പള്ളി ക്ഷേത്രത്തെ കൊണ്ട് മിസ്സിസ് സ്റ്റുഡൻ കൊഫായിട്ട് സമർപ്പിച്ചിട്ടുള്ള 100ഓളം വർഷങ്ങൾക്ക് മുൻപ് മലബാർ ജില്ലാ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന റാവു ബഹദൂർ ശ്രീ ഗോപാൽ എന്നിവർ എഴുതിയ ഗ്രന്ഥത്തിലും പുൽപ്പള്ളി ദേവസ്വത്തെക്കുറിച്ചും ഊരാളന്മാരായ മലയാള എന്ന സ്ഥാനപ്പേരുള്ള കുപ്പത്തോട് നായരെക്കുറിച്ചും ഈ നാടും പഴശ്ശിയുമായ ബന്ധത്തെക്കുറിച്ചും വാൽമീകി ആശ്രമത്തെക്കുറിച്ചും അവിടെ ഗർഭം കൊണ്ട് ജന്മയുന്നതിനെ കുറിച്ചും നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധിയോടെ കാത്തുസൂക്ഷിച്ചു വരുന്നു. പിന്നീട് ശ്രീ പുൽപ്പള്ളി ദേവസ്വം സ്വന്തമായി ഉണ്ടായിരുന്ന 14,988 ഏക്കർ ധന്യവന ഭൂമി നഷ്ടമായി എങ്കിലും ഇന്ന് പുൽപ്പള്ളി പട്ടണത്തിൽ തലയുയർത്തി നിൽക്കുന്ന എല്ലാ സർക്കാർ കെട്ടിടങ്ങളും ചുറ്റി വരിഞ്ഞു പോകുന്ന നിരത്തുകളും എല്ലാം തന്നെ ശ്രീ പുൽപ്പള്ളി ദേവസ്വം സൗജന്യമായ ചെറിയ സ്ഥലത്താണ് നിലകൊള്ളുന്നതെന്ന് അഭിമാനപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ദേവസ്വത്തിന്റെ ഉടമസ്ഥതയിലുള്ള അഗ്രസ്ഥാനിൽ വെച്ചാണ് ദേവസ്വം ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി പ്രവർത്തിച്ചിരുന്ന പോലീസ് ക്യാമ്പിലെ വയർലെസ് ഓപ്പറേറ്റർ അമിതാഭ് കുഞ്ഞേഷ് നായരെ 1968 നവംബർ 24 വാരിഫുകൾ കൊണ്ട് കുത്തിക്കൊന്നത്. ഈ മണ്ണിൽ ജീവിതം ആരംഭിച്ച ഒരു പൊതുജനത അമ്മയുടെ മണ്ണിൽ ജീവിക്കുന്നത് വിശ്വസിച്ചുകൊണ്ട് തന്നെ ജാതി മത വ്യത്യാസമില്ലാതെ ഈ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി യത്നിച്ചു. ഹൈന്ദവരല്ലാത്ത ധാരാളം പേർ ഇന്നും ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുവാനും വഴിപാടുകൾക്കായും വിദ്യാരംഭത്തിനും വിവാഹത്തിനും ഒക്കെ വേണ്ടി എത്താറുണ്ട്. അവരുടെ അധ്വാനത്തിന്റെ ഒരു പങ്ക് ദേവസ്വം നൽകുവാൻ എന്നും അവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുരുമുളകുണ്ടായ പ്രദേശം എന്ന പേര് പുൽപ്പള്ളിക്ക് കഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ, കർഷക ആത്മഹത്യക്ക് പുൽപ്പള്ളി കുപ്രസിദ്ധമായി തുടങ്ങിയപ്പോൾ ആ കഷ്ടപ്പാടുകളുടെ അലയൊലികൾ ദേവസ്വത്തിലും ഉണ്ടായി. ദേവസ്വത്തിന് സ്വന്തമായുള്ള ഭൂമിയിൽ നിന്നുള്ള കാർഷിക വരുമാനവും ഈ പ്രദേശത്തെ ജനങ്ങളിൽ മാത്രമായി ലഭിച്ചിരുന്ന ഭണ്ഡാരം, വഴിപാട് തുടങ്ങിയ വരുമാനങ്ങളും ദേവസ്വത്തിന്റെ ആവശ്യം തികയാതെ വരുവാൻ തുടങ്ങി. നിത്യോപയോഗ സാധനങ്ങളുടെ ക്രമാതീതമായ വില വർധനവും പൂജാസ്ഥാനങ്ങളുടെ ചെലവിൽ വൻ വർധനയുണ്ടാക്കി. വളരെ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ശമ്പളത്തിൽ വർധനവുണ്ടായപ്പോൾ ദേവസ്വം സാമ്പത്തികമായി ഞെരുക്കി. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വ്യവസ്ഥയിൽ വളരെയേറെ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് ക്ഷേത്ര ജീവനക്കാർ. 365 ദിവസവും ഒരുപോലെ അധ്വാനിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അതെവിടെയായാലും ഓണവും വിഷുവും പുതുവർഷാരംഭവും എല്ലാം അവധിയെടുത്ത് എല്ലാവരും കുടുംബത്തോടൊപ്പം കഴിയുമ്പോൾ അന്ന് ഏറ്റവും തിരക്കുണ്ടാകുന്ന ക്ഷേത്രങ്ങളിൽ ജീവനക്കാർക്ക് അവധിയെടുക്കുവാൻ സാധിക്കാറില്ല. ഹർത്താലും ബന്ധും ക്ഷേത്രങ്ങൾക്ക് ബാധകമല്ല. 5 മണിക്ക് നട നടക്കുക എന്നതിന് മാറ്റവുമില്ല. ഇതുപോലെ പ്രവർത്തിക്കുവാൻ വിധിക്കപ്പെട്ടവർ ഒരുപക്ഷെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രം ഉണ്ടാവുകയുള്ളൂ എന്ന് സംശയിക്കുന്നു. ആശുപത്രികളിൽ പോലും അവധി ദിവസങ്ങളുണ്ട്. ക്ഷേത്ര കലണ്ടറുകളിൽ അവധി അടയാളമില്ല. ഇങ്ങനെ ദേവസ്വം സാമ്പത്തികമായി വളരെ ഞെരിഞ്ഞു തുടങ്ങിയപ്പോഴാണ് മറ്റു സാമ്പത്തിക സ്രോതസ്സുകൾ ലഭ്യമാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയത്. ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദേവിയുടെ ചേരാറ്റിലമ്മയുടെ ചൈതന്യ പോഷണത്തിനും അതോടൊപ്പം അമ്മയെയും ഗുരുക്കന്മാരെയും തൊടാനെത്തുന്ന ഭക്തന്മാരുടെ സൗകര്യങ്ങൾക്കുമാണ് ദേവസ്വം ഏത് കാലത്തും വളരെ പ്രാധാന്യം നൽകിയിരുന്നത്. ഹിന്ദുമത ധർമ്മസ്ഥാപന വകുപ്പിന്റെ അനുവാദത്തോടെ ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന ഉത്സവപ്പറമ്പിൽ 3 നിലകളിലായി 90 മുറികളുള്ള ഒരു കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ആദ്യഘട്ടത്തിൽ 10 മുറികൾ നിർമ്മിച്ച് വാടകയ്ക്ക് നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് പുൽപ്പള്ളിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിൽ കെട്ടിടം നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. ഈ തരത്തിൽ ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി വലിയ ത്യാഗം ചെയ്ത ഇവിടെ സ്ഥിതി ചെയ്തിരുന്ന ദേവസ്വത്തിന്റെ പഴയ കെട്ടിടങ്ങളിൽ കച്ചവടം ചെയ്തിരുന്ന 9 കച്ചവടക്കാരുടെ സഹകരണവും ത്യാഗവും നന്ദി പറഞ്ഞ് സ്മരിക്കുന്നു.
അവർ കച്ചവടം ചെയ്ത 9 മുറികൾ യാതൊരു തർക്കവും ഇല്ലാതെ ഒഴിഞ്ഞു ചേർന്ന് പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള തുക ഡെപ്പോസിറ്റായി തരികയും 1 വർഷത്തിലേറെ കച്ചവടം ഇല്ലാതെ നിൽക്കുകയും ത്യാഗവും ചെയ്തുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ ഈ കെട്ടിടം പണി പൂർത്തിയാക്കാൻ സാധിച്ചത്. അവരുടെ സഹകരണത്തെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. അതുപോലെ തന്നെ പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്തും അതിന്റെ ഭരണാധികാരികളും നൽകിയ സഹായവും സഹകരണവും വളരെയേറെയാണ്. കാരണമില്ലാതെ ഉദ്ഘാടനം നിർവഹിക്കാൻ സഹായിച്ച പഞ്ചായത്ത് ഭരണാധികാരികളോടുള്ള കടപ്പാടും ഈ തരത്തിൽ അറിയിക്കട്ടെ. ഈ കെട്ടിടം പണി ആരംഭിച്ചപ്പോൾ തന്നെ ദേവസ്വം മന്ത്രിയായിരുന്ന ശ്രീ ജി സുധാകരൻ അവர்களോട് ഇതിന് ഉദ്ഘാടനം നിർവഹിക്കാൻ നൽകണമെന്ന് അപേക്ഷിക്കുകയും അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുത്ത് ഇതിന് ഉദ്ഘാടനം നിർവഹിക്കുവാൻ ക്ഷണിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവരുടെ ഞാൻ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ കണ്ടപ്പോൾ അദ്ദേഹം വളരെയധികം ആതിഥ്യ മര്യാദയോടുകൂടി ദേവസ്വം ക്ഷണം സ്വീകരിക്കുകയും ഈ ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് സമ്മതിക്കുവാനുണ്ടായത്. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് അല്പസ്വല്പം രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനവും ആരംഭിച്ചപ്പോഴുണ്ടായിരുന്ന റോൾ മോഡലിൽ ഒന്നാണ് ബഹുമാനപ്പെട്ട ശ്രീ കടന്നപ്പള്ളി. പുൽപ്പള്ളി ദേവസ്വത്തിന്റെയും ചെടാറ്റിലമ്മയുടെയും ഭക്തന്മാരുടെയും എല്ലാം ചിരകാലാപേക്ഷ പൂവണിയുന്ന ഈ അവസരത്തിലുള്ള അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ സന്തോഷകരമാണ്. ശ്രീ പുൽപ്പള്ളി ദേവസ്വത്തിന് വേണ്ടി അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനായ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ഗോപാലകൃഷ്ണനാണ്. മലബാർ ദേവസ്വം ബോർഡ് ഒരു വ്യവസ്ഥിതിയുടെ മാറ്റമാണ്. ഏകദേശം 1 നൂറ്റാണ്ടോളമായി മലബാർ ക്ഷേത്രങ്ങളുടെ ഭരണ മേൽനോട്ടം വഹിച്ചിരുന്നത് ഹിന്ദു ധർമ്മസ്ഥാപന ബോർഡിന്റെയും പിന്നെ ഡിപ്പാർട്ട്മെന്റിന്റെയും കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരായിരുന്നു. അതിൽ വന്നൊരു മാറ്റമാണ് ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഫലമായ മലബാർ ദേവസ്വം ബോർഡ്. ബോർഡ് രൂപീകരിക്കുവാൻ തീരുമാനിച്ചപ്പോഴേ അന്നത്തെ ദേവസ്വം മന്ത്രി കൊച്ചി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ വ്യത്യസ്തമായി നല്ലൊരു പ്രസിഡന്റ് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. ദേവസ്വങ്ങളുടെ ഭരണ മേൽനോട്ടത്തിന് ജനാധിപത്യ സ്വഭാവവും സുതാര്യതയും ഉണ്ടാക്കുക, ദേവസ്വങ്ങളുടെ നഷ്ടപ്പെട്ടു പോയി ഭൂമി പിടിച്ചെടുക്കുക, ക്ഷേത്ര ജീവനക്കാരുടെ കഷ്ടപ്പാടിന് അവധി വരുത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളോടെ രൂപീകരിക്കപ്പെട്ട മലബാർ ദേവസ്വം ബോർഡ് അതിന്റെ ബാലാരിഷ്ടികളിൽ പെട്ട് ആടിയുരയാതെ പിടിച്ചിരുന്നത് ദേവരി കോളേജിലെ മുൻ ബാസ്കറ്റ്ബോൾ ക്യാപ്റ്റൻ കൂടിയായ ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ്. പരിചയപ്പെട്ട നാൾ മുതൽ രാജ്യങ്ങളുടെ സ്നേഹത്തോടും വാത്സല്യത്തോടും ഉപദേശിക്കുകയും ശാസിക്കുകയും ചെയ്യാൻ അദ്ദേഹം പുൽപ്പള്ളി ദേവസ്വം മുൻ ട്രസ്റ്റിയും എന്റെ ജ്യേഷ്ഠ സഹോദരനുമായി പരാജയമായിട്ട് കുടുംബത്തോട് ചന്ദ്രശേഖരനായ സന്ദേശമാണ്. ശ്രീ പുൽപ്പള്ളി ദേവസ്വത്തിന്റെ ആവശ്യങ്ങളോട് എന്നും അനുഭാവപൂർവ്വമായ പരിഗണന കാണിച്ചുള്ള അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചപ്പോൾ സസന്തോഷം ഞങ്ങൾ ക്ഷണം സ്വീകരിക്കുകയും ചടങ്ങുകൾ എങ്ങനെ ആയിരിക്കണമെന്ന് നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. ചേടാറ്റമ്മയുടെയും മുരിക്കന്മാരുടെയും നാമധേയത്തിൽ അദ്ദേഹത്തെ ഞാൻ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് നമ്മുടെ കേരള നിയമസഭയിൽ പ്രതിനിധാനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം.എൽ.എ. ശ്രീ കൃഷ്ണപ്രസാദാണ്. പുൽപ്പള്ളി ദേവസ്വം സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിഥി എന്നതിലേറെ ആതിഥേയൻ തന്നെയാണ്. തികച്ചും വ്യത്യസ്തനായ നിയമസഭാ സാമാജികനാണ് അദ്ദേഹം. പുൽപ്പള്ളിയുടെ പ്രധാന പ്രശ്നമായ കർഷകരുടെ പ്രശ്നവും വൈരക്കുപ്പ പാലം തുടങ്ങിയ അവയെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഒരുപാട് MLA-മാരുണ്ടായിരുന്നു വയനാട്ടിൽ നിന്ന് 1952 ആദ്യമായി നിയമസഭയിൽ എത്തിയത് എന്റെ അമ്മാവനായ പരാജയ ശ്രീ NJ കമ്മീഷണറും ശ്രീ മധുര വാഴവറ്റിയുമായിരുന്നു. 1960-ൽ രണ്ടാമത്തെ MLA തിരഞ്ഞെടുക്കപ്പെട്ടത് അച്ഛന്റെ ജ്യേഷ്ഠൻ CPC ബാലകൃഷ്ണന്റെ അതിനുശേഷമാണ് ദയാന നിയമസഭാ മണ്ഡലമായിട്ട് വയനാട്ടിൽ നിന്ന് 3 MLA-മാരുണ്ടായി തുടങ്ങിയത്. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പ്രവർത്തന ശൈലിയുടെ ഉറവസ്ഥനാണ് ശ്രീ കൃഷ്ണപ്രസാദ്. ഡൽഹിയിലും തിരുവനന്തപുരത്തും മറ്റുമുള്ള TV ചാനൽ സ്റ്റുഡിയോകളിൽ നിന്ന് പല സംവാദങ്ങളിലും അദ്ദേഹം പകർത്തതിനു ശേഷം ആ ചർച്ചകൾ കഴിഞ്ഞാൽ ഒരുപക്ഷെ ആദ്യം ലഭിക്കുന്ന ഫോണുകൾ പലപ്പോഴും എന്നതായിരിക്കാം. അപ്പോഴെല്ലാം അതിനെക്കുറിച്ച് വളരെ വിശദമായി അദ്ദേഹം പറഞ്ഞു തരാറുണ്ട്. കഴിഞ്ഞ മാസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യുന്ന അദ്ദേഹം എഴുതിയ ആഗോള സാമ്പത്തിക പ്രശ്നത്തെ കുറിച്ച് എഴുതിയ പുസ്തകം പ്രകാശനം ചടങ്ങ് TV-യിൽ കണ്ടുപിടിച്ചപ്പോൾ അതേക്കുറിച്ച് വളരെ വിശദമായി തന്നെ അദ്ദേഹം സംസാരിച്ചിരുന്നു. പുൽപ്പള്ളി ദേവസ്വത്തിന്റെ ആവശ്യങ്ങളിൽ വളരെയധികം താല്പര്യം കാണിക്കുന്ന ഞങ്ങളുടെ ശക്തി സ്രോതസ്സായ അദ്ദേഹത്തെ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ശ്രീ പുൽപ്പള്ളി ദേവസ്വം ശ്രീ മാലി സ്ക്വയർ എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ മുറികൾ വാടകയ്ക്ക് നൽകി ദേവസ്വത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതാണ്. ഈ വ്യാപാര സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത് ശ്രീ പുൽപ്പള്ളി ദേവസ്വമാണെങ്കിലും ഇതിന്റെ ഉടമസ്ഥാവകാശം ശ്രീ പുൽപ്പള്ളി ദേവസ്വം മാത്രമാണെങ്കിലും ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ദേവസ്വത്തിന്റെ പൊതു ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുകയെങ്കിലും ഈ കെട്ടിടം പുൽപ്പള്ളിയിലെ ഭക്തജനങ്ങളുടെ മുൻകൂർ സ്വത്താണ്. ഇത് ഞങ്ങൾ പുൽപ്പള്ളിയിലെ നല്ലവരായ എല്ലാ ഭക്തജനങ്ങൾക്കുമായി സമർപ്പിക്കുകയാണ്. ഇതിന്റെ ആദ്യ മാർഗ ദേവസ്വത്തിന് വേണ്ടി സ്വീകരിക്കുന്നത് ബഹുമാന്യ ദേവസ്വം ബോർഡ് കമ്മീഷണർ ശ്രീ P. രാഘവൻ അവர்களാണ്. അദ്ദേഹത്തെ ഒറ്റ വചനത്തിൽ ഞാൻ പരിചയപ്പെടുത്താം. ലവ് ഓൾ സർവ് ഓൾ, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും സേവിക്കുക എന്നീ ലോകത്തിൽ പഠിപ്പിച്ച, മാനവസേവ മാധവസേവ എന്ന് ഉപദേശിച്ച, വൈ ഫിയർ വൈ ഐ ആം ഹിയർ, ഞാനിപ്പോൾ നിങ്ങൾ ഇതിൽ ഭയപ്പെട്ടവൻ ഭക്തർ നൽകി ഭഗവാൻ ശ്രീ സത്സായി ബാബയുടെ ഉത്തമ ഭക്തനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാം. അദ്ദേഹത്തിന്റെ ചടങ്ങിലേക്ക് ഞാൻ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ പുൽപ്പള്ളി ദേവസ്വം സ്വീകരിച്ചുള്ള ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികൾ, ദേവസ്വം ബോർഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബാലേട്ടൻ, ഊർജ്ജസ്വലനായ ഏരിയ കമ്മിറ്റി ചെയർമാൻ എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ ശശികുമാർ, ദേവസ്വം ബോർഡിലെ മറ്റ് ഭരണകർത്താക്കൾ,
ദേവസ്വം ബോർഡ് അംഗം ശ്രീ ചന്ദ്രേട്ടൻ, മറ്റു ദേവസ്വങ്ങളുടെ ഭരണാധികാരികൾ, എക്കാലം ദേവസ്വത്തിന്റെ ബന്ധുക്കളായ മറ്റു പ്രമുഖ വ്യക്തികൾ, സാമൂഹ്യ രാജാവിന്റെ പ്രതിനിധിയും സാമൂഹ്യ ദേവസ്വങ്ങളുടെ അഡ്മിനിസ്ട്രേറ്ററും മലബാർ ദേവസ്വം പാരമ്പര്യ ട്രസ്റ്റീസ് അസോസിയേഷൻ പ്രസിഡന്റുമായ ശ്രീ കൃഷ്ണരാജ, ഈ പരിപാടി പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ള മാന്യ ഭക്തജനങ്ങൾ, ബഹുമാന ജനറൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ശ്രീ കെ സി രാധാകൃഷ്ണൻ, പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ശ്രീമാൻ പി എൻ ശിവൻ തുടങ്ങി മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവരും സാന്നിധ്യം ദേവസ്വത്തിന്റെ വളരെയേറെ വിലയേറിയതാണ്. സമയക്കുറവ് കാരണം മാത്രം എല്ലാ പേരുകളും ഞാൻ പറയുന്നില്ലെങ്കിലും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മഹത്മാന്യ വ്യക്തികളെയും ഞങ്ങൾ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. പുൽപ്പള്ളി ദേവസ്വം വേണ്ടി ഞാൻ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഒരു കാര്യം ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെയും MLA ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമിഴ്നാടിനും കർണാടകത്തിനും തൊട്ടുകിടക്കുന്ന സ്ഥലമാണ് പുൽപ്പള്ളി. ഞങ്ങളുടെ ദീർഘകാല പ്രവൃത്തിഫലമായി കർണാടകയിൽ നിന്നും മറ്റും ധാരാളം ഭക്തജനങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തുന്നുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA-യുടെയും മറ്റു ശ്രമഫലമായി വൈരകപ്പ പാലം പൂർത്തിയാകുമ്പോൾ, പ്രത്യേകിച്ച് ദേശീയപാതയിൽ ഇപ്പോഴുള്ള യാത്രാ നിയന്ത്രണം കണക്കെടുക്കുമ്പോൾ കർണാടകയിൽ നിന്ന് അയ്യപ്പഭക്തരുടെ യാത്ര പൂർണ്ണമായും ഈ വഴിയായി വരാൻ സാധ്യതയുണ്ട്. ആ അവസരത്തിൽ വയനാട്ടിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായ തിരുനെല്ലി, വള്ളിയൂർക്കാവ്, പുൽപ്പള്ളി തുടങ്ങിയ ക്ഷേത്രങ്ങളെ കൂട്ടിച്ചേർത്ത് പിലിഗ്രിമേജ് കോറിഡോർ സ്ഥാപിക്കാൻ സാധിച്ചാൽ അത് തീർത്ഥാടനത്തെയും ടൂറിസത്തെയും ഒരുപോലെ വളർത്തുന്ന പദ്ധതിയെ മാറ്റാൻ സാധിക്കും. തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ ക്ഷേത്രത്തെയും ഉൾപ്പെടുത്താൻ കഴിയും. ഈ കാര്യത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ പതിയെന്ന് അപേക്ഷിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി എല്ലാവരെയും സുസ്വാഗതം ചെയ്തുകൊണ്ടും എല്ലാവർക്കും ചേടാറ്റിലമ്മയുടെയും മുരുക്കന്മാരുടെയും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും സന്തോഷകരമായ ഐശ്വര്യപൂർണ്ണമായ നവവത്സരം ആസ്വദിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഈ ഓർഗനൈസേഷൻ നയിക്കുവാൻ ബഹുമാനപ്പെട്ട മലബാർ ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗോപാൽ ക്ഷണിച്ചുകൊണ്ടു. മാരുതി സ്ക്വയർ എന്ന ബഹുനില വ്യാപാര സമുച്ചയത്തിൻ്റെ ഒന്നാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനത്തിനായി ഉദ്ദേശിച്ചിരുന്ന നമ്മുടെ മുഖ്യാതിഥി ദേവസ്വം മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ, ബഹുമാനപ്പെട്ട സുൽത്താൻ ബത്തേരി നിയോജകമണ്ഡലം MLA ശ്രീ പി കൃഷ്ണപ്രസാദ്, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ശ്രീ രാഘവൻ, ബത്തേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CPM ജോൺ, ദേവസ്വം ഈ പുൽപ്പള്ളി ദേവസ്വത്തിന്റെ പാശ്ചാത്യ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ പുൽപ്പള്ളി ട്രസ്റ്റി ബോർഡിലെ മെമ്പർമാരുടെയും ഒക്കെ പാശ്ചാത്യം വിശദമായി സംസാരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ രാജശേഖരൻ നായർ, ഇവിടെ സന്നിധരായ പത്രസെക്രട്ടറിയുടെ സുഹൃത്തുക്കൾ ശ്രീമൻ രാജശേഖരൻ നായർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. 15,000 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം പുൽപ്പള്ളി ദേവസ്വം പലവിധ സാഹചര്യങ്ങളിൽ അത് ഇവിടുത്തെ സ്വത്തുക്കളൊക്കെ പലവിധത്തിലും അത് പ്രൈവറ്റിലൂടെയും കയ്യേറ്റത്തിലൂടെയും മറ്റു വിധ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിലൂടെ നഷ്ടപ്പെടുകയും ഇപ്പോൾ ഏകദേശം 13 ഏക്കർ സ്വത്തിന്റെ മാത്രം ഉടമസ്ഥാവസ്ഥയിലുള്ള ഈ പുൽപ്പള്ളി ദേവസ്വത്തിന്റെ സാമ്പത്തിക സ്രോതസ് കുറഞ്ഞു വന്നു. ക്ഷേത്രം വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന സമയത്ത് അതിനെ പുതിയൊരു കാഴ്ചപ്പാടോടുകൂടി വ്യവസായ സമുച്ചയങ്ങളുടെ കെട്ടിടങ്ങൾ കെട്ടുകൊണ്ട് ഈ കോൺഗ്രസ് വരുമാന മാർഗങ്ങൾ പ്രധാന വരുമാന മാർഗമായി മാറ്റിക്കൊണ്ട് ക്ഷേത്രത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ച ഈ ട്രസ്റ്റി ബോർഡിനെ ഞാൻ അനുമോദിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിർമ്മിച്ച മാരുതി കോംപ്ലക്സ് മുമ്പ് 9 ഷോപ്പുകൾ കൂടി ഉണ്ടായിരുന്നു. ആ 9 ഷോപ്പുകളുടെയും ഉടമസ്ഥരുമായി അനുരഞ്ജന സംഭാഷണം നടത്തിക്കൊണ്ട് അവരെ പുനരധിവസിപ്പിക്കാം എന്നുള്ള ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് 10 മുറികൾക്ക് വ്യത്യസ്തമായ അവർക്ക് പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങൾ അനുവദിച്ചു ഇവിടെ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള സൗകര്യം അനുവദിക്കി കൊടുത്തിരിക്കുകയാണ്. ആദ്യമായി ഞാൻ ആ 9 സന്മനസ്സരായ ഷോപ്പ് ഉടമകളെ അനുമോദിക്കുകയാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായിരുന്നില്ലെങ്കിൽ തീർച്ചയായും ഈ കോൺഗ്രസ് ഇവിടെ എടുക്കുമായിരുന്നില്ല. ഒരു പക്ഷേ നിയമത്തിന്റെ വഴിയിൽ കൂടി ഒഴിപ്പിക്കാൻ വേണ്ടി നടപടി കൊല്ലങ്ങൾ പ്രവർത്തിച്ചാലും അത് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. മുനിസിപ്പൽ കോടതിയിൽ നിന്ന് സുപ്രീം കോടതി വരെയുള്ള കേസുകൾ നടത്തുന്നുണ്ട്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും നല്ല ഒരു മഹാമനസ്സത കാണിച്ച അവരെ ആദ്യം അനുമോദിക്കുന്നു. അവർക്ക് പ്രത്യേകമായ സൗകര്യങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. മറ്റ് 10 ഷോപ്പ് മുറികൾ ലേലം ചെയ്ത് ദേവസ്വം അധികൃതരെ സാമൂഹ്യ ലേലം ചെയ്ത് അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട നിലയിലുള്ള സൗകര്യം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇവിടെയുള്ള ഈ മാരുതി കോംപ്ലക്സിൽ നിന്നും തൊട്ടടുത്തുള്ള ഈ മറ്റൊരു ഷോപ്പുകളിൽ നിന്നുള്ള വരുമാനം ഏകദേശം 1 ലക്ഷത്തോളം രൂപ ഇവിടെ ലഭിക്കും എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഏതായാലും ക്ഷേത്രത്തിന്റെ എല്ലാ പരാധീനങ്ങളും പരിഹരിച്ചുകൊണ്ട് പുതിയ ശമ്പള സ്കെയിൽ നടപ്പിലാക്കുമ്പോൾ ജീവനക്കാർക്കൊക്കെ സാമ്പത്തിക പദ്ധതികളൊക്കെ നിറവേറ്റേണ്ട കഴിവ് ഈ ക്ഷേത്രത്തിൽ ഉണ്ടാകട്ടെ. മറ്റു കാര്യങ്ങളിലൊക്കെ ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം മാത്രം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെയും ബഹുമാനപ്പെട്ട MLA-യുടെ ശ്രദ്ധിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിച്ച അവസരത്തിൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് അന്നത്തെ ദേവസ്വം മന്ത്രി ശ്രീ സുധാകരൻ നമ്മുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വെച്ച് പ്രഖ്യാപിച്ചു.
അതൊന്നാണ് ക്ഷേത്ര ജീവനക്കാരുടെ അവരുടെ സാമ്പത്തിക നില വളരെ മെച്ചപ്പെട്ട രൂപത്തിലുള്ള ഒരു പുതിയ ശമ്പള പരിഷ്കരണ പദ്ധതി നടപ്പിലാക്കുന്നത്. രണ്ടാമത് ക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രമല്ല മലബാർ ദേവസ്വത്തിന്റെ കീഴിലും 1400 വരുന്ന ക്ഷേത്രങ്ങൾ മിക്ക ക്ഷേത്രങ്ങളുടെയും ഭൂമികൾ പല രൂപത്തിൽ നിയമവിരുദ്ധമായ രൂപത്തിൽ കൈയേറ്റത്തിൽ കൂടി അതിനെ കൈവശം വെക്കുന്ന ആ ഭൂമികൾ വീണ്ടെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അതുപോലെ ക്ഷേത്ര ആചാരങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി പ്രവർത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 3 കാര്യത്തിലും മലബാർ ദേവസ്വം ബോർഡ് ബദ്ധശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുകയും 1/1/2009 മുതൽ പുതിയ ശമ്പള സ്കീം പരിഷ്കരിച്ച ശമ്പള സ്കീം നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് മറ്റൊരു ജീർണോദ്ധാരണ ഫണ്ടുകളുടെ വിതരണമാണ്. ക്ഷേത്രത്തിന്റെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചെടുക്കുന്നതിനുള്ള ശ്രമം. അതിനായി പ്രത്യേകമായിട്ടുള്ള ഒരു ഡെപ്യൂട്ടി കമ്മീഷണർ, ഒരു തഹസിൽദാർ, ഡെപ്യൂട്ടി തഹസിൽദാർ, സർവേയർ, ചെയർമാൻ, വില്ലേജ് ഓഫീസർ മുതലായ അവരുടെ തസ്തികകൾ ദേവസ്വം ബോർഡുകളിൽ അനുവദിച്ച് ലഭിക്കണം എന്ന് പറയുകയുണ്ടായി. വ്യാപാര സമുച്ചയത്തിന്റെ 1ാമത്തെ ഘട്ടത്തിന്റെ ഉദ്ഘാടന കർമ്മം, പ്രധാനപ്പെട്ട കർമ്മം, അതിനോട് കൂടുതൽ സംസാരിക്കാൻ സമയം നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ആ കർമ്മം നടത്താൻ വേണ്ടി കെ ഗോപാലകൃഷ്ണൻ, മുഖ്യ പ്രഭാഷണ നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട MLA, നിയമസഭയിലെ കരുത്തനായ സഹപ്രവർത്തകൻ CP കൃഷ്ണപ്രസാദ്, ആദ്യ വാർഡുകൾ സ്വീകരിക്കുന്ന കമ്മീഷണർ ശേഖരൻ, ആശംസകൾ നേടാൻ സമാഗതനായിട്ടുള്ള ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CPM ജോയ്, അതുപോലെ വിവിധ തലങ്ങൾ വിധാനം ചെയ്യുന്ന KM പൗലോസ്, KK അബ്രഹാം, മലബാർ ദേവസ്വം ബോർഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ബാലൻ, മെമ്പർ ചന്ദ്രൻ, അതുപോലെ ഏരിയ സെക്രട്ടറി ചെയർമാൻ കുമാർ പേരാമ്പ, സാമൂതിരി സ്കൂൾ ദേവസ്വത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ KC രാധാകൃഷ്ണൻ, ദേവസ്വം ഓഫീസർ, ഈ ചടങ്ങിൽ സമാഹിതരായിട്ടുള്ള സ്നേഹമുള്ള നാട്ടുകാർ, ഭക്തജനങ്ങൾ, ഉൾപ്പെടെ ദേവസ്വത്തിലെ ട്രസ്റ്റി ജീവനക്കാർ ഉൾപ്പെടെ മാധ്യമ സുഹൃത്തുക്കളെ, സ്നേഹമുള്ള നാട്ടുകാർ, നമ്മുടെ ഈ പരിപാടി ആരംഭിക്കുന്നതിന് വളരെയധികം വൈകിപ്പോയത് മൂലം നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്കും അസൗകര്യത്തിനും ഞാൻ ആദ്യമായും ക്ഷമ ചോദിക്കാം. ഇന്ന് കാലത്തെ തിരുനെല്ലി ക്ഷേത്ര സന്നിധാനത്തിൽ നിന്ന് ആരംഭിച്ച പരിപാടികളായിരുന്നു. തൃശ്ശൂർ നിമിത്തത്തിന് ശേഷം പരിപാടികളുണ്ടായിരുന്ന ചില അത്യാവശ്യ കൂട്ടിച്ചേരലുകൾ നിമിത്തം ഇവിടെ കൃത്യസമയത്ത് ചെയ്യാൻ കഴിയാതെ, അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗം ഉചിതമല്ല എന്ന് എനിക്കറിയാം.
പുൽപ്പള്ളി ദേവസ്വം നിർമ്മിക്കുന്ന ശ്രീ മാരുതി സ്ക്വയർ എന്ന ബഹുനില വ്യാപാര സമുച്ചയത്തിൻ്റെ പൂർത്തിയായ ഒന്നാം ഘട്ടത്തിൻ്റെ സമുദ്ഘാടന കർമ്മം നിങ്ങളുടെ ഇവരുടെയും അനുവാദത്തോടും ആശിസ്സോടും കൂടി ഭദ്രദീപം കൊളുത്തി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ഭക്ത്യാന്തരപൂർവ്വം അറിയിച്ചു കൊള്ളട്ടെ. പുൽപ്പള്ളി ദേവസ്വത്തിന്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചും ഭൂതകാല ചരിത്രത്തെക്കുറിച്ചും മാരുതി സ്ക്വയർ എന്ന ബഹുനില വ്യാപാര സമുച്ചയത്തിന്റെ ഉത്ഭവ സംബന്ധമായ പശ്ചാത്തലത്തെക്കുറിച്ചെല്ലാം രാജശ്രീകൾ നായർ ദീർഘമായി തന്നെ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം അറിയാവുന്ന ഈ സദസ്സിന്റെ മുമ്പിൽ അത്തരം കാര്യങ്ങളുടെ ആവർത്തനവും ആവശ്യമില്ല. വളരെയധികം സവിശേഷമായ ഒരു പ്രതിഷ്ഠ നിലനിൽക്കുന്ന ഒരു ക്ഷേത്ര സന്നിധാനമാണ് നമ്മുടെ പുൽപ്പള്ളി ക്ഷേത്രം. സീതാദേവിയുടെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെട്ട ക്ഷേത്ര സമുച്ചയങ്ങളിലും ക്ഷേത്ര പാരമ്പര്യങ്ങളിലും വളരെയധികം ശ്രദ്ധേയമായ സവിശേഷത ഉൾക്കൊള്ളുന്ന ഒരു ദേവസാന്നിധ്യമാണ് പുൽപ്പള്ളിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനാധാരഭൂതമായ സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും ഈശ്വരീയമായ നടപടിക്രമങ്ങളും നിർവഹിച്ചുകൊണ്ട് ഇതിൻ്റെ ആദ്യകാല സംഘാടകമാരും അതിന് പ്രയോഗങ്ങളും സ്വീകരിച്ചു വന്ന അനുഷ്ഠാനത്തിലെയും ആചാരധർമ്മങ്ങളുടെയും ഒരു സാഫല്യത്തിൻ്റെ ഭാഗമാണ് ഈ ക്ഷേത്രം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിലെ ക്ഷേത്ര പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാന്യായ സഹപ്രവർത്തകൻ സുഹൃത്ത് നിയമസഭയിലെ കരുത്തനായ പ്രസാദും അതുപോലെ CPM ജോയ് രാജനേരൊക്കെ പല ഘട്ടങ്ങളിലും സംസാരിച്ചപ്പെടില്ല. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഇങ്ങനെയൊരു പരിപാടികൾ ബാഹുല്യം ഉണ്ടാകുമെന്ന് അന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് നോക്കിയാണ്. ആ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട നമ്മുടെ ക്ഷേത്ര സംവിധാനങ്ങളും പ്രവർത്തനങ്ങളുമൊക്കെ പ്രാദേശികമായ ജനകീയ പങ്കാളിത്തത്തോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സമൂഹത്തിലെ വ്യത്യസ്ത കർമ്മതലങ്ങളെ പ്രതിനിധാനം ചെയ്തവരുടെയെല്ലാം സഹായ സഹകരണത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമം നടത്തുകയാണ്. ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്വീകരിച്ചൊരു പൊതുനയം എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണവും സമന്വയവും സ്വീകരിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ഷേത്ര സംവിധാനങ്ങളിലും ക്ഷേത്രാചാരങ്ങളിലുമെല്ലാം എന്തെങ്കിലും പ്രത്യേകമായ വിശ്വാസങ്ങളുടെയും മതബന്ധിതമായ ആചാരങ്ങളുടെയും ഭാഗമായിട്ടാണെങ്കിൽ പോലും എല്ലാ ജാതിമത വിശ്വാസങ്ങളെയും സമാദരിക്കുന്ന ഒരു നയമാണ് നാം സ്വീകരിക്കുന്നത്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ പരമാധികാര രാജ്യമായ നമ്മുടെ രാജ്യത്തിന് ആവശ്യമെന്ന് നാം കരുതുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മതേതരത്വത്തിന്റെ ആത്മചൈതന്യം നിലനിൽക്കുന്ന സംരംഭങ്ങൾക്ക് നമ്മുടെ ആരാധനാ കേന്ദ്രങ്ങൾ ആ നിലയിലുള്ള ഒരു മഹാസംവിധാനമാക്കി മാറ്റണമെന്നും ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങൾ ഈ കാര്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സമുത്കൃഷ്ടമായ ഭാരതീയ സംസ്കാരത്തിൻ്റെ ആത്മചൈതന്യം പ്രാവർത്തികമാക്കുന്ന കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഭരണഘടനാപരമായും ഭരണപരമായും എല്ലാ മതവിശ്വാസങ്ങളെയും ഒരുപോലെ സമാദരിക്കുന്ന സാംസ്കാരിക പൈതൃകവും ശക്തിയുമാണ് ആർഷഭാരത സംസ്കാരത്തിലുള്ളത് എന്ന് എനിക്കെല്ലാം അറിയും. അങ്ങനെ എല്ലാ മതവിശ്വാസങ്ങളെയും ആരാധനാക്രമങ്ങളെയും സമാദരിക്കുന്ന ഉത്ബുദ്ധമായ മതേതരത്വത്തിന്റെ ആത്മഭാവമാണ് ഈ മഹാരാജ്യത്തിന്റെ അഖണ്ഡതയിൽ പ്രതിനിധിക്കുന്നത്. ലോക ജനസംഖ്യ ഉൾക്കൊള്ളുന്ന മഹാരാജ്യം വൈവിധ്യം നിറഞ്ഞ രാജ്യമാണ്. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ജാതിമത വിശ്വാസങ്ങൾ, ഭാഷ, അതിർത്തികൾ, വേഷവിധാനം തുടങ്ങി കാലഭേദങ്ങൾ തുടങ്ങി എത്രയോ വ്യത്യസ്തതകളുണ്ട്. എങ്കിൽ പോലും ഈ മഹാരാജ്യം ഭാരത ദർശനത്തിന്റെ ഭാഗമായി സ്വീകരിച്ച നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഭാരതീയ ദർശനത്തിന്റെ ശക്തിയും അതുപോലെ തന്നെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ കരുത്തുമാണ് അഖണ്ഡമായി ഈ രാജ്യത്തെ നിർത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന നേതൃത്വം. അതുകൊണ്ട് തന്നെ എല്ലാ വിശ്വാസങ്ങളെയും ഒരുപോലെ സമാദരിക്കുന്ന ഒരു മനസ്സ്, ആ മനസ്സാണ് നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിന്റെ മനസ്സ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ സൂചിപ്പിച്ചു മാത്രമേ ഉള്ളൂ.
ഇവിടെ പുൽപ്പള്ളി ദേവസ്വം ഒരുക്കിയിട്ടുള്ള കെട്ടിട സമുച്ചയം, വ്യാപാര സമുച്ചയം, വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സമൂഹത്തിലെ ആളുകൾ ഈ നൽകുന്നതിലോ സ്വീകരിക്കുന്നതിലോ ജാതികളോ ചിന്തകളൊന്നും ആരംഭത്തുണ്ടാവുകയില്ല എന്നത് നമുക്കറിയാം. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളുണ്ട്. വ്യാപാര മേഖലയിൽ വാണിജ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കഴിവുകളും സ്വാധീനങ്ങളും ഒക്കെയാണ് അതിൽ പ്രകടമാകുന്നത്. അതുകൊണ്ട് പുൽപ്പള്ളി ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ചെറുപട്ടണത്തിൽ വ്യാപാരി സമുച്ചയത്തിന് അസ്ഥിവാരമിടുകയും ഒന്നാം ഘട്ടം പൂർത്തിയാവുകയും ചെയ്യുമ്പോൾ ഇവിടെ എത്തിച്ചേരുന്ന ജനങ്ങൾക്ക്, അതുപോലെ മറ്റു പ്രദേശങ്ങളിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് പുൽപ്പള്ളിയുടെ ഭൂതകാല ചരിത്രം, അത് ഐതിഹ്യങ്ങളുടെയും സങ്കല്പങ്ങളുടെയും ചരിത്ര വിസ്മയങ്ങളുടെയും ഒരു ഭൂമിയാണ് എന്നതുകൊണ്ട് തന്നെ എല്ലാവരെയും പ്രാധാന്യമുള്ള സ്വാതന്ത്ര്യപ്രാസംഗം പറഞ്ഞതുപോലെ സാമൂഹ്യമായി, സാമ്പത്തികമായി, രാഷ്ട്രീയമായി ഇത് വേണ്ട നമ്മുടെ ഈ വയനാട് ജില്ലയുടെ ചരിത്രത്തിൽ നിശ്ചലമായ പദവി അലങ്കരിക്കാൻ കഴിയുന്ന ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേരുന്ന ജനങ്ങൾക്കെല്ലാം ഈ വ്യാപാര സമുച്ചയത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു സൗകര്യം കൂടി ഉണ്ടാകുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമത്തിനും ഇതുപോലെ ചെറു പട്ടണത്തിനും ആവശ്യമാണ്. എന്നതുകൊണ്ട് പുൽപ്പള്ളി ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ സംവിധാനമായ സ്ക്വയർ തീർച്ചയായും പ്രയോജനം ചെയ്യുന്ന കാര്യത്തിലും യാതൊരു സംശയവും. ജനങ്ങളുടെയും സജീവമായ സാന്നിധ്യം ഉത്സവച്ഛായോടുകൂടി ഈ പരിപാടിയിൽ ഉണ്ട് എന്ന് തന്നെ ഈ ഗ്രാമവും ഇവിടെ പങ്കെടുത്ത നിങ്ങളും ഈ പരിപാടി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളെയും എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും നിതാന്തമായ ദൃഷ്ടാന്തമായി ഞാൻ സൂചിപ്പിക്കാം. ഏതാനും നാളുകൾക്ക് മുമ്പാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ഹജ്ജ് കർമ്മത്തിൻ്റെയും റംസാൻ കാലത്തിൻ്റെയും ആചരണകാലം കഴിഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്തീയ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകവ്യാപകമായി എല്ലാവരുടെയുമാണ് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ കഴിഞ്ഞു. ദേവസ്വമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ശബരിമല തീർത്ഥാടനത്തിലെ കാലഘട്ടം മിനിഞ്ഞാന്ന് മണ്ഡലപൂജയുടെ ഒരു ഘട്ടം കഴിഞ്ഞെങ്കിലും സ്വയം നിർമ്മാണവും അതോടെ നിരവധമായ പരിപാടികളും നമ്മുടെ എല്ലാം മനസ്സിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാവരെയും സമാദരിക്കുന്ന, സ്വീകരിക്കുന്ന, ആദരിക്കുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന സർവോത്കൃഷ്ടമായ ഒരു വികാരവുമായിരിക്കണം നമ്മളെല്ലാം മനസ്സിൽ ചെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ദേവസ്വമായി ബന്ധപ്പെട്ട് പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഗവൺമെന്റ് സ്വീകരിക്കേണ്ട കാര്യങ്ങളിൽ അത് സമയബന്ധിതമായി തന്നെ കാലവിളംബം കൂടാതെ ജീവനക്കാരുടെ ബന്ധപ്പെട്ട നമ്മുടെ പരിഷ്കൃത നടപടികളായിരുന്നാലും അന്യാധീനപ്പെട്ട ഭൂമി നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിനും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള നയമുണ്ട്. ആ നയം ആരെങ്കിലും വേദനിപ്പിക്കാതെ, ബുദ്ധിമുട്ടിക്കാതെ എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടി ദേവസ്വത്തിന് ആധികാരികമായി സ്വീകരിക്കപ്പെട്ട ഭൂമി അന്യാധീനമായി പെട്ടുപോകുന്നത് അത് നിരുത്സാഹപ്പെടുത്തുവാനും ഗവൺമെന്റും അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, ദേവസ്വം വകുപ്പെല്ലാം ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന്റെ പൊതു നയം എന്ന നിലക്ക് ഈ കാര്യത്തെ എല്ലാവരുടെയും വിശ്വാസങ്ങളും സഹകരണവും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പൊതു നിലപാട് സ്വീകരിക്കും. അക്കാര്യത്തിൽ കാലതാമസം കൂടാതെ തന്നെ ഗവൺമെന്റ് മുൻകൈയെടുക്കും ഇതുകൂടി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ സന്ദർഭം അറിയിക്കുകയാണ്. നമ്മുടെ ജനപ്രതിനിധികളും മറ്റ് വിശുദ്ധതിഥികളുമൊക്കെ തന്നെ ആശംസാ വചസ്സുകൾ സമർപ്പിക്കാറുണ്ട്. ഏതായിരുന്നാലും പുൽപ്പള്ളി ദേവസ്വം ദേവസ്വം ബോർഡിൽ പ്രവർത്തിക്കുന്ന പുൽപ്പള്ളി ദേവസ്വം അതിൻ്റെ അധികാരികൾ ഇങ്ങനെ വ്യാപാര സമുച്ചയം ഒന്നാം ഘട്ടം പൂർത്തിയാക്കി അത് സഹിച്ച വ്യാപാര സുഹൃത്തുക്കൾ അത് ലക്ഷ്യബോധത്തോടുകൂടി ഈ കെട്ടിടത്തെ സമുച്ചയത്തിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുന്നതിന് നിങ്ങളെല്ലാം സഹായസഹകരണങ്ങൾ ഉണ്ടായിരിക്കണം, ലഭ്യമാകണം എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ബഹുമുഖമായ പരിപാടികളിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുപോലെ സഹകരിക്കുന്ന ഒരു അന്തരീക്ഷം തീർച്ചയായും സ്വാഗതാർഹമാണ്. ഹ്യൂമാനിറ്റി സ്ക്വയർ തീർച്ചയായും ഈ പട്ടണത്തിന് ഒരു ശ്രദ്ധേയമായ ഒരു വ്യാപാര കേന്ദ്രമായി പ്രവർത്തിക്കുമാറാകട്ടെ എന്നും അതിന് മറ്റ് ഘട്ടങ്ങൾ സമ്പൂർത്തീകരിക്കുന്നതിന് നമ്മുടെ എല്ലാ സഹായസംഘത്തോടുകൂടി പുൽപ്പള്ളി ദേവസ്വത്തിന് അത് സാധിക്കുമാറാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാം തന്നെ മംഗളാശംസകൾ. സമൃദ്ധിയും ആയുരാരോഗ്യവും സന്തോഷവും നിറഞ്ഞ ഐശ്വര്യവും നിറഞ്ഞ ഒരു പുതുവത്സരം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് സാമ്പത്തിക പരാധീനതകളെ മറികടക്കുന്നതിന് സഹായകരമാകുന്ന വിധത്തിൽ വളരെ നല്ല രൂപത്തിൽ തന്നെ സമയബന്ധിതമായി ഈ മാരുതി സ്ക്വയറിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിന് അവരെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പുൽപ്പള്ളിയുടെ മണ്ണ്
മതേതരത്വത്തിൻ്റെ ആഴത്തിലുള്ള വേരോട്ടമുള്ള മണ്ണാണ്. എല്ലാ മത സമുദായങ്ങളിൽപ്പെട്ട ജനവിഭാഗങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഈ പ്രദേശത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൽ ഈ വ്യാപാര സമുച്ചയം നല്ല പങ്ക് വഹിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും ഈ പട്ടണത്തിൻ്റെ വികസനത്തിന് കൂടി നല്ല പങ്കെടുക്കാൻ വേണ്ടി കഴിയുന്ന ഇത്തരമൊരു പദ്ധതി, ആ പദ്ധതിയിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ഈ നാടിന് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ കൊച്ചു പ്രശ്നം അവസാനിപ്പിക്കും. വ്യാപാര സമുച്ചയം ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ സാർ ഈ മനോഹരമായ കെട്ടിട സമുച്ചയം ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർ മുഖ്യപ്രഭാഷണം നടത്തിയ നമ്മുടെ രംഗനായ ശ്രീ കൃഷ്ണപ്രസാദ് അവർ മറ്റു പേരിലിരിക്കുന്ന എത്രയും ബഹുമാനായ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഉത്സവം കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ഉത്സവത്തിനായിട്ട് കാത്തിരിക്കുന്ന പുൽപ്പള്ളി പ്രദേശത്തെ മുഴുവൻ ജനതയുടെയും മനസ്സിൽ ഇപ്പോഴൊരു ഉത്സവത്തിൻ്റെ കൊടിയേറ്റം നടന്നിരിക്കുകയാണ്. ക്രിസ്മസിൻ്റെ ആഘോഷം കഴിഞ്ഞാൽ പിന്നെ പുൽപ്പള്ളിക്കാരുടെ അടുത്ത ചിന്ത പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തെ ഉത്സവത്തെ സംബന്ധിച്ചാണ്. ആ ഉത്സവ ദിനങ്ങൾ ഈ വർഷം വളരെ ആഘോഷമാക്കി തീർക്കുന്നതിൻ്റെ മുന്നോടിയായി സീതാദേവി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ ഈ പുൽപ്പള്ളി പട്ടണത്തിന് തെരുവുകൂടിയായി അതിമനോഹരമായ ഒരു കെട്ടിടവും ദേവസ്വം നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ്. കെട്ടിടങ്ങൾ തന്നെ വരുമ്പോൾ അത് പുൽപ്പള്ളി പട്ടണത്തെ വീണ്ടും ഒരു പുതുമയിലേക്ക് നവോത്ഥാനത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് സഹായകരമായ നിലപാടുകൾ പുൽപ്പള്ളി ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. അഡ്വക്കേറ്റ് ശ്രീ കെ ഗോപാലകൃഷ്ണൻ അവരുടെ ബഹുമാനായ ഉദ്ഘാടകൻ ദേവസ്വം വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട കടന്നപ്പള്ളി രാമചന്ദ്രൻ അവരുടെ ബഹുമാനായ ശ്രീ കൃഷ്ണപ്രസാദ് MLA, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിർമ്മിപ്പിക്കുന്ന പുൽപ്പള്ളി ദേവസ്വത്തിൻ്റെയും സീതാദേവി ക്ഷേത്രത്തിൻ്റെയും ഒക്കെ അഭിമാനമായി നല്ല സംരംഭമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ മാജിക് സ്ക്വയർ എന്നും നിലനിൽക്കട്ടെ, അതിനുള്ള സാഹചര്യം ഒരുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാർത്ത അവസാനിപ്പിക്കുന്നു. ഇവിടെ സ്നേഹിതരായിട്ടുള്ള നമ്മുടെ സ്റ്റേജിലെ വിശിഷ്ട അതിഥികളെല്ലാം തന്നെ സംസാരിക്കും. പക്ഷേ സമയക്കുറവ് കൊണ്ട് തന്നെ ഇത്തരം ഒരു പരിപാടി അതിൻ്റെ വിജയപ്രാപ്തി കൈവരിക്കാൻ വേണ്ടി ഇവരുടെ എല്ലാം തന്നെ നല്ല മനസ്സുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടി തന്നെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച ദേവസ്വം പ്രസിഡന്റ്, ബാക്കി ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥന്മാര്, രാഷ്ട്രീയ നേതാക്കന്മാരും പ്രവർത്തകരും ഈ യോഗത്തിന്റെ പേരിൽ